ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു പട്ടുപാവാടയുടെ ഈ ഒരു ബ്ലൗസ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. കട്ടിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് വാച്ച് ചെയ്തതിന് ശേഷം ഇത് കാണാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നല്ല വശത്തേക്ക് ഞാൻ ലൈനിങ് പീസ് ചേർത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ ചുരിദാറിനൊക്കെ നെക്ക് അടിക്കില്ലേ, അതേപോലെ തന്നെ ഞാൻ നെക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് നല്ല കട്ടിയുള്ളൊരു തുണിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ക്യാൻവാസോട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായി പോവും, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഇതിങ്ങനെ നെക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നെക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ബാക്കി എക്സസ് വരുന്ന ആ പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ കട്ട് പീസ് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാനത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളുവശത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ആ എഡ്ജസൊക്കെ കറക്റ്റാക്കി ഇങ്ങനെ ഒന്നെങ്കിൽ അയൺ ചെയ്തെടുക്കുക. ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസാണ്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്തത് ഫ്രണ്ട് പീസിൻ്റെ നെക്കാണ്. ഇനി ബാക്ക് പീസിൻ്റെ നെക്കും കൂടി ചെയ്തെടുക്കണം. ഞാനിവിടെ ബാക്ക് പീസിന് വീനക്കാണ് കൊടുക്കുന്നത്. ബാക്കിലൊരു ബോയൊക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ മോഡലില്ലേ, അതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ ഇതും നല്ല വശത്തേക്ക് ലൈനിങ് പീസ് ചേർത്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. ഇനി ഇതും അവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഉള്ളിലെ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ചെറിയ കട്ടുകൾ, ഇങ്ങനെ ചെറിയ കട്ട് പീസുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഉൾവശത്തേക്ക് മറിച്ചിടാം. ഇങ്ങനെ കട്ട് പീസ് ആ ഒരു നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റിച്ചിൻ്റെ മുകളിൽ ആ ഒരു കട്ട് വീഴാതെ ഇരിക്കുക കേട്ടോ. ഞാനിതിങ്ങനെ തിരിച്ചിട്ടുണ്ട്. രണ്ട് സൈഡും അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഷോൾഡറിൻ്റെ പോർഷൻ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഞാനിത് തിരിച്ചിട്ടിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുത്തിട്ടില്ല. അതെന്താ കൊടുക്കാത്തതെന്ന് വെച്ചാൽ എനിക്കിവിടെ ഷോൾഡർ ഇൻവിസിബിളായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിങ്ങനെ നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഇങ്ങനെ ചേർത്ത് വെക്കുക. ഇങ്ങനെ നെക്കിൻ്റെ ആ ഷോൾഡറിൻ്റെ പോർഷൻ ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ലൈനിങ്ങിൻ്റെ പീസും നല്ല വശവും ആ ഒരു പീസും കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നല്ല വശവും ആയിരിക്കണം ചേർത്ത് വെച്ചിട്ടുണ്ടാവേണ്ടത്. ഇനി നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡറെല്ലാം ജോയിൻ ചെയ്യുന്ന സമയത്ത് 2 സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ നമുക്കത് വിട്ടു പോകരുത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു പോർഷനില്ലേ, ആ സെൻറ്ററിൽ വരുന്ന ഷോൾഡറിൻ്റെ അത് കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ടോ. മറ്റേ ഷോൾഡർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നീങ്ങി നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും. ഞാൻ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഇൻവിസിബിളായിട്ട് ഉണ്ടാവുമെന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആ ലൈനിങ് പീസ് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. 2 വശവും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ 2 സൈഡും ഇൻവിസിബിളായിട്ട് തന്നെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ. ഞാൻ പ്രസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പീസിൽ നമുക്ക് ഹുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ കൊടുക്കണം. അപ്പം ഞാനിത് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്ത് നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിത് ബാക്ക് പീസ് ഇങ്ങനെ കറക്റ്റ് സെൻറ്ററാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ആ സെൻറ്ററിൽ ഹുക്കൊക്കെ വെക്കേണ്ട ആ ഒരു ഭാഗമല്ലേ, അവിടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം.
ഇവിടെ അല്ലേ, ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ജസ്റ്റ് 2 സ്റ്റിച്ച് അപ്പുറവും ഇപ്പുറവും ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്ത സമയത്ത് ലൈനിങ്ങും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറിപ്പോരുതല്ലോ, നമുക്ക് കറക്റ്റ് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 2 സൈഡിലും ഓരോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഹുക്ക് വെക്കാനും വെക്കാനും വേണ്ടിയിട്ട് ഞാൻ 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഒന്നിൻ്റെ അളവ് 4.5 ഇഞ്ച് വീതിയും പിന്നെ 10 ഇഞ്ച് നീളമാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. നമ്മളെ ബ്ലൗസിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഹുക്ക് വെക്കാനുള്ള പോർഷനാണിത്. ഹുക്ക് വെക്കാനുള്ള ഭാഗത്ത് 2.5 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവും ഉള്ള ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമുക്ക് ഹുക്ക് വെക്കുന്ന ആ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് ഞാനിങ്ങനെ 2ആയിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്ലൗസിനൊക്കെ സാധാ ബ്ലൗസൊക്കെ ഇല്ലേ, സാരി ബ്ലൗസിനൊക്കെ ഹുക്ക് വൈയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഞാനിതിങ്ങനെ മടക്കി അടിച്ചിട്ടുണ്ട്, സെൻറ്റർ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലിതിങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു സ്റ്റിച്ച് ചെയ്യാം. താഴേന്ന് മുകളിലേക്ക് വരെ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ മടക്കി ഉള്ളോട്ടേക്ക് പോകേണ്ടതാണ്. അപ്പം അതിനനുസരിച്ച് നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. ഈ ഹുക്ക് വെക്കുന്ന ഈ ഒരു പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്, വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിങ്ങനെ മടക്കി വെച്ചിട്ട് അതിനോട് ചേർത്ത് വെച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പോരാ. താഴെ ബാക്കി എക്സസ് പീസ് വരികയാണെങ്കിൽ അതവിടെ നിന്നോട്ടെ, നമുക്ക് താഴെ ഓൾറെഡി ഫോൾഡ് ചെയ്ത് അടിക്കാനുള്ളതാണ്. ഇനി ഇതിങ്ങനെ മടക്കി കൊടുക്കുക, അവിടെ ഒരു പ്രസ് സ്റ്റിച്ച് കൊടുക്കുക. ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവിടെ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഒരു പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി അടിച്ചു കൊടുക്കണം. കണ്ടില്ല, ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി മുകളിൽ കൊടുക്കാം കേട്ടോ. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ അയൺ ചെയ്തിട്ടൊക്കെയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്കിങ്ങനെ മടക്കി അടിക്കാനെല്ലാം സാധിക്കും. കണ്ടില്ലേ, അങ്ങനെ ഹുക്ക് വെക്കുന്ന ആ ഒരു പോർഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐ വെക്കാനുള്ള പോർഷൻ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ പീസ് എടുത്ത് ഇങ്ങനെ 2ആയിട്ട് മടക്കുന്നുണ്ട്. എന്നിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് 2ആയിട്ട് മടക്കി തയ്ച്ചു കൊടുക്കാം. പിന്നെ അത് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് കണ്ടില്ലേ, എങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇതും താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. വേറൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് അടിച്ചത്, ഇപ്പം നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ ഇതിവിടെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി ആ ഒരു സ്റ്റിച്ച് ചെയ്ത പോർഷൻ ഉള്ളിൽ പോകുന്ന രീതിക്ക് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പം അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഞാനിതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കവിടെ താഴേന്ന് മുകളിലേക്ക് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഐ വെക്കാനുള്ള ആ ഒരു പോർഷനും സെറ്റായിട്ടുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ച് കൂടി ചെയ്യാം കേട്ടോ.
അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ. ഇനി നമുക്കിതിന് സ്ലീവാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർഫ്ലൈ സ്ലീവാണ് കൊടുക്കുന്നത്. ബട്ടർഫ്ലൈ അല്ലെങ്കിൽ റഫിൾ സ്ലീവ് എന്നൊക്കെ പറയും. അപ്പം അതിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടാണ്. എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോർഷനില്ലേ, അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ മറച്ചിട്ടെടുക്കാം. കണ്ടില്ലേ, ഞാനിങ്ങനെ മറച്ചെടുത്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ ആ ഒരു പോർഷൻ വരുന്ന ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അതിന് ശേഷം ഞാനിവിടെ ഇതിൻ്റെ എഡ്ജ് ഇങ്ങനെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഞാൻ 2 സ്ലീവും അങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കക്ഷത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നൂലൊക്കെ ഇങ്ങനെ കുത്തുന്ന പോലെയൊക്കെ വരില്ലേ, അത് ഉണ്ടാവില്ല. അതിനാണ് ഞാൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നമുക്ക് എത്ര പ്ലീറ്റ്സ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് പ്ലീറ്റ്സിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് നമുക്ക് ക്ലോത്തിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽഡ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ, ഈ ഒരു ബട്ടർഫ്ലൈ സ്ലീവിൻ്റെ. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷൻ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു എഡ്ജും ആം ഹോളിൽ വരുന്ന ആ ഒരു എഡ്ജില്ലേ, ഈ 2 എഡ്ജും വെച്ച് നോക്കുക. എന്നിട്ട് ബാക്കിയാണ് നമുക്ക് പ്ലീറ്റ്സ് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് വെച്ച് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പ്ലീറ്റ്സിൻ്റെ അളവുകളെല്ലാം ഒരേ അളവായിരിക്കും ശ്രദ്ധിക്കുക. 1 ഇഞ്ചോ 1/2 ഇഞ്ചോ എത്രയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതേ അളവിൽ തന്നെ എല്ലാ പ്ലീറ്റ്സും സ്റ്റിച്ച് ചെയ്തിട്ട് പോകാം കേട്ടോ. എന്നാലേ കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാനിത് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ അളവിൻ്റെ അതേ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ പ്ലീറ്റ്സിൻ്റെ ലാസ്റ്റ് വരെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എത്ര പ്ലീറ്റ്സ് ഇടണമെന്ന് അളവ് അനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ വെച്ച് നോക്കാം. സ്ലീവായിട്ട് വെച്ച് നോക്കാം. കണ്ടില്ല, കറക്റ്റ് അളവ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഈ ഒരു ക്രോപ്പ് ടോപ്പുമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതുപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, 2 സ്ലീവും അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിവിടെ ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു അടിവശം നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2 വശവും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഫോൾഡ് ചെയ്ത് അടിക്കുന്നൊന്നും കാണിച്ചിട്ടില്ല. ഇനി നമുക്കിതിൻ്റെ സൈഡും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെ നേരത്തെ മാർക്കൊക്കെ മയഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വീണ്ടും വരച്ചു കൊടുത്ത് 2 വശവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു ഇത് കേട്ടോ. എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്? ഇനി ഇതിൽ ഹുക്കൊക്കെ വെച്ച് കൊടുക്കാനുണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ പുറകിലായിട്ടൊരു ബോയും കൂടി വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു ബോ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കട്ടിങ് വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണാം.
ഇനി ഈ ഒരു ബോ ഇതിൻ്റെ ബാക്ക് പീസിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കാം കേട്ടോ. ഞാനിത് തുന്നിയെടുത്തിട്ടുണ്ട്. ബാക്കിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമ്മുടെ ചെറിയ സ്റ്റോൺ ലേസ് ഇല്ലേ, അതിൻ്റെ ചെറിയൊരു പീസും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഫ്രണ്ടിലെ പീസിലും നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ ഞാനിങ്ങനെ സ്റ്റോൺ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. ഞാൻ അതൊരു ഭംഗിക്ക് വെച്ച് കൊടുത്തതാണ്. അപ്പം ഈ പട്ടുപാവാടയുടെ ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ സ്റ്റിച്ചിങ് വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് പട്ടുപാവാടയുടെയും ബ്ലൗസിൻ്റെയും ഫൈനൽ ലുക്ക് കേട്ടോ. ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.